സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാഭാഗോ ശസ്ത്രേതുഭ്യം നമോ നമഃ. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സ്നേഹമുള്ള ഭക്തജനങ്ങളെ, കൊച്ചു കൂട്ടുകാരെ, അമ്മമാരെ, ഗുരുജനങ്ങളെ, നമ്മുടെ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് 8ാം ദിവസമായ ഇന്ന് ഈ കലാമണ്ഡപത്തില് പുരവട പാർത്ഥസാരഥി ബാലഗോകുലത്തിലെ കൊച്ചുകൂട്ടുകാരുടെ കലാവിരുന്ന് അരങ്ങേറുകയാണ്. ഇന്ന് ഉച്ചവരെ നമ്മൾ ശ്രീകൃഷ്ണ കഥകൾ കേട്ടുകൊണ്ട് ആനന്ദത്തിൽ ആറാടിക്കഴിഞ്ഞ ഈ അവസരത്തിൽ ഇതാ വൈകുന്നേരം വീണ്ടും അതേ പാർത്ഥസാരഥിയുടെ പേരിലുള്ള ബാലഗോകുലത്തിലെ കൊച്ചുകുട്ടികളുടെ പരിപാടി വീണ്ടും ഇവിടെ നടക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ പരിപാടി ഈ ദിവസം തന്നെ വന്നത്. ഏതായാലും ആ കൊച്ചു കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടിയും ആശീർവാദത്തോടുകൂടിയും ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആദരണീയരായ ഗുരുജനങ്ങള്, പ്രിയ അമ്മമാര്, ബാലികാ ബാലന്മാര്, എല്ലാവർക്കും നമസ്കാരം. ബാലഗോകുലത്തിന്റെ പുരോപട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാർത്ഥസാരഥി ബാലഗോകുലത്തിന്റെ കലാപരിപാടികൾ ആരംഭിക്കുക. ഏതാണ്ട് 1 മണിക്കൂറിലധികം വൈകിയാണ് ഈ പരിപാടികൾ തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ദീർഘമായി ഒന്നും തന്നെ സംസാരിക്കുകയില്ല എന്നുറപ്പ് നൽകുന്നു. എങ്കിലും ബാലഗോകുലത്തിന്റെ ചുമതലയുള്ള ഒരു കാര്യകർത്താവ് എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത് എൻ്റെ ധർമ്മമാണ് എന്ന് ഞാൻ കരുതുന്നു. എല്ലാ വർഷവും നമ്മുടെ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഈ തിരുവുത്സവ വേദിയിൽ പരിപാടികൾ അവതരിപ്പിക്കാറ് പ്രത്യേക ശിക്ഷണം ലഭിച്ചിട്ടുള്ള കുട്ടികളല്ല, മറിച്ച് അവരിൽ തന്നെ മുതിർന്ന കുട്ടികളെ പരിശീലിപ്പിച്ച് തയ്യാറാക്കി അവരുടെ കുടുംബാംഗങ്ങളുടെ മുന്നില്, രക്ഷിതാക്കളുടെ മുന്നില്, ഭഗവാന്റെ ഈ തിരുസന്നിധിയിൽ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും മനസ്സ് തുറന്ന പ്രോത്സാഹനം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടും ബാലഗോകുലത്തെ ഇന്ന് സമൂഹത്തിൽ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 3 പതിറ്റാണ്ടിലേറെയായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അതിന്റെ പ്രവർത്തനം കേരളത്തിൽ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ കൂരോപ്പടയിലും പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇന്ന് ആ ബാലഗോകുലത്തിൽ അംഗമായി വന്നിരുന്ന ആളുകൾ, അവരുടെ കുട്ടികൾ ഇന്ന് ബാലഗോകുലത്തിൽ അംഗമായി പ്രവർത്തിക്കുന്നു. എന്താണ് ബാലഗോകുലം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മുളം തണ്ടിനെ മുരളികയാക്കുന്ന പ്രക്രിയയാണ് എന്ന് നമുക്ക് പറയാം. ഒരു മുളക്കൂട്ടത്തിലേക്ക് കാറ്റടിക്കുന്ന സമയത്ത് കേൾക്കുന്ന അരോചകമായ കരകര ശബ്ദം, ആ മുളം തണ്ടിനെ നമ്മൾ തുണ്ടാക്കി 7 ദ്വാരങ്ങൾ ഇട്ടുകൊണ്ട് അതിലൂടെ ശബ്ദത്തെ ക്രമമായി വിന്യസിപ്പിക്കുമ്പോൾ മധുരമായ ആ വേണുനാദം നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കും. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ കൈകളിലിരിക്കുന്ന ആ വേണുവിന്റെ നാദം, അങ്ങനെ കുരുന്നുകളെ ആ വേണുനാദത്തിന് സമമായി മുളന്തണ്ടിനെ മുരളികയാക്കുന്ന പ്രക്രിയയാണ് ബാലഗോകുലം അതിന്റെ പ്രതിവാര ക്ലാസുകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമാജത്തെ പിടിച്ചു നിർത്തുന്ന ചില ബിന്ദുക്കളുണ്ട്. വളരെ വികൃതമായി വേഷം ധരിച്ചുകൊണ്ട്, തലമുടിയൊക്കെ പറത്തി, ദീക്ഷയൊക്കെ നീട്ടി, അശ്രദ്ധമായി വസ്ത്രധാരണം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനെ നമ്മൾ ഭ്രാന്തൻ എന്ന് വിളിക്കും. എന്നാൽ അതേ മനുഷ്യൻ തന്നെ തിരിച്ചു വരുമ്പോൾ
മുടിയൊക്കെ ചീകി ഒതുക്കി ഭസ്മം ധരിച്ചുകൊണ്ട്, ഒരു രുദ്രാക്ഷമാല ധരിച്ചുകൊണ്ട്, കാവ്യ വസ്ത്രം ധരിച്ചുകൊണ്ട് തിരികെ വരുന്നത് കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ സന്യാസി എന്ന ആദരവോടെ വിളിക്കും. ഇങ്ങനെ മനുഷ്യനെ അവന്റെ സംസ്കാരത്തിന് തുല്യനാക്കി തീർക്കുന്ന പല ബിന്ദുക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ അവയെ പരിരക്ഷിക്കുവാനുള്ള ബാധ്യത നമ്മളിലുണ്ട്. ഇന്ന് സമാജം എല്ലാം ഡിസ്പോസിബിൾ സംസ്കാരത്തില് ആയി തീർന്നിട്ടുണ്ട്. എഴുതുവാനുള്ള പേനയായാലും ഉപയോഗത്തിന് ശേഷം നമ്മൾ തിരിച്ച് എറിഞ്ഞു കളയുകയാണ്. കഴിക്കുന്ന പാത്രങ്ങളായാലും ശരി, ആ ഒരു ഡിസ്പോസിബിൾ സംസ്കാരം അതിന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഒരു പക്ഷെങ്കിൽ നാളെ രക്ഷിതാക്കളെ പോലും ഡിസ്പോസ് ചെയ്യാവുന്ന അവസ്ഥയില് നമ്മുടെ നാട്ടിലില്ലെങ്കിൽ പോലും നമുക്ക് പത്രദ്വാര, മാധ്യമങ്ങൾ ദ്വാര നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. രക്ഷിതാക്കളെ പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ വൃദ്ധസദനത്തിലൊക്കെ എത്തിക്കുന്ന ഒരു കാലഘട്ടമായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ബാലഗോകുലം അതിന്റെ പ്രതിവാര ക്ലാസുകളിലൂടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് സമാജത്തോടുള്ള പ്രതിബദ്ധത എന്താണ്, ജന്മം തന്ന രക്ഷിതാക്കളോടുള്ള പ്രതിബദ്ധത എന്താണ്, അക്ഷര അഭ്യാസം നൽകിയ ഗുരുവിനോടുള്ള പ്രതിബദ്ധത എന്താണ്. ഇതറിഞ്ഞു വളരേണ്ട ആവശ്യം തീർച്ചയായും മുതിർന്ന തലമുറയ്ക്ക് ഇന്ന് ബോധ്യമുണ്ട്. നാളത്തെ സമൂഹം ഈ ഒരു കാഴ്ചപ്പാടിലുള്ളതായി തീരണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരം മാത്രം നമുക്ക് നിർദ്ദേശിക്കുവാൻ ബാലഗോകുലം മാത്രമേ ഇന്ന് നമ്മുടെ മുന്നിലുള്ളൂ. മുമ്പ് നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളില്, കൂട്ടുകുടുംബ വ്യവസ്ഥിതിയില് ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്തുവാനായിട്ട് സാധിക്കുമായിരുന്നു. എങ്ങനെ സമാജത്തിൽ പെരുമാറണം, എങ്ങനെ വീട്ടിൽ പെരുമാറണം, എങ്ങനെ ഗുരുക്കന്മാരോട് പെരുമാറണം, എങ്ങനെ മുതിർന്നവരോട് പെരുമാറണം എന്നുള്ള വ്യക്തമായ ചിത്രം നമ്മുടെ മുതിർന്ന മുത്തച്ഛന്മാരിൽ നിന്നും മുത്തശ്ശിമാരിൽ നിന്നുമൊക്കെ ലഭ്യമായിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. ഇന്ന് വളരെ ന്യൂക്ലിയർ കുടുംബങ്ങള്, ചെറിയ കുടുംബങ്ങള്, അവയിൽ നിന്ന് ഈ അറിവ് നമുക്ക് ലഭ്യമാകുന്നില്ല. മനുഷ്യന്റെ ധർമ്മങ്ങളില് ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് ചതുരാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ വേദം നമ്മളെ നിഷ്കർഷിക്കുന്നുണ്ട്. ഈ ധർമ്മങ്ങൾ യഥാർത്ഥ തലത്തിൽ നമ്മൾ ആചരിക്കുന്നുണ്ടോ? അതിന്റെ പരിണത ഫലം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ കാണുന്നില്ലേ? ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ട സമയത്ത് വാനപ്രസ്ഥത്തിലേക്ക് കടക്കുന്ന, അല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തിലേക്ക് കടക്കുന്ന, ഗാർഹസ്ഥ്യത്തില് വാനപ്രസ്ഥത്തിന്റെ ഘട്ടമായാൽ പോലും ഗാർഹസ്ഥ്യം വിടാത്ത, സന്യാസം എത്തേണ്ട സമയമായാൽ പോലും ഗാർഹസ്ഥ്യം വിടാത്ത സമൂഹം, ഇങ്ങനെ വ്യതിരിക്തമായി ചതുരാശ്രമ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചതുകൊണ്ട് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ പരിഹാരം യഥാർത്ഥ ധർമ്മബോധമുള്ള ഒരു തലമുറ നമുക്ക് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ബാലഗോകുലം ചെയ്യുന്ന ശ്രമങ്ങളില് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. പ്രതിവാര ക്ലാസുകളിലേക്ക് തങ്ങളുടെ കുട്ടികളെ, എത്ര ട്യൂഷനും ഉണ്ടായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസം ഒക്കെ ആവശ്യമാണ്, അനാവശ്യമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ അതോടൊപ്പം ധാർമ്മികമായ വിദ്യാഭ്യാസം അത് അനിവാര്യമാണ്. അതില്ലാത്ത ഒരു സമൂഹം എന്ന് പറയുന്നത് തീർച്ചയായും പാശ്ചാത്യ രാജ്യങ്ങളിലെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളില് ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികളെ ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ തന്റെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് അവർ തയ്യാറാവുന്നുണ്ട്. കാരണം നമുക്ക് വളരെ വ്യക്തമാണ് അവരുടെ സ്വഭാവ ശുദ്ധി, കാര്യങ്ങൾ ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ മാത്രമേ അവരെ അവരായി നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അതിലേക്കൊന്നും ഞാൻ കൂടുതലായി കടക്കുന്നില്ല. എന്തായാലും ധർമ്മബോധമുള്ള ഗുരുജനങ്ങളെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, രക്ഷിതാക്കളെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, സമാജത്തോട് പ്രതിബദ്ധതയുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, ധാർമ്മിക ബോധമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ ബാലഗോകുലം അതിന്റെ പ്രതിവാര ക്ലാസുകളിലൂടെ നടത്തുന്ന ശ്രമങ്ങളെ സർവാത്മന പിന്തുണയ്ക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.